എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൽ ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫൂട്ടർ, ഫുട് നോട്ട്, എൻഡ് നോട്ട്. അപ്പോൾ ഈ 3 വേർഡുകളും ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പം ചില സമയത്ത്, അതായത് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഏതാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകാതെ നമ്മൾ ആൻസർ തെറ്റായി മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മെയിനായിട്ട് വരുന്നത് വേർഡിലാണ്. വേർഡിൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്കിൻ്റെ വർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫുട് നോട്ട്, എൻഡ് നോട്ട് തുടങ്ങിയവ ചെയ്യുന്നത്. സാധാരണ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫൂട്ടറും ഹെഡറും ഫൂട്ടറും ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് മാറിപ്പോവാതെ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും ക്വസ്റ്റ്യൻ വരാം, അല്ലാതെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ അതിൽ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഏതാണ് എന്നുള്ളത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കുറേ പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ 3 പോയിൻറ്റ്സും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെഡറും ഫൂട്ടറും എന്താണെന്ന് നോക്കാം. ഹെഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ പേജ്. അതായത് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഒരു വേർഡിൽ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളൊരു പേജാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡോക്യുമെൻറ്റിൽ ആ പേജിലെ ടോപ്പ് ഭാഗത്ത് വരുന്ന ടെക്സ്റ്റാണ് ഹെഡർ. ഇനി ഫൂട്ടർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. ആ പേജിൻ്റെ ബോട്ടം ഭാഗത്ത് വരുന്നതാണ് ഫൂട്ടർ. ഇനി ഹെഡർ എങ്ങനെയാണ് നമുക്ക് ആ ഒരു പേജിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ടിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ ഹെഡർ കൊടുക്കാം. ഇനി ഫൂട്ടർ ആണെങ്കിൽ ഇൻസേർട്ടിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിൽ ഫൂട്ടർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹെഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? പേജ് നമ്പർ, ഡേറ്റ് ആൻഡ് ടൈം, ക്വിക്ക് പാർട്സ്, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടി ഫീൽഡ്, പിക്ചർ, ക്ലിപ്പാർട്ട്, ഡേറ്റ് ആൻഡ് ടൈം. ഫൂട്ടറിലും സെയിം സാധനം തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് പേജ് നമ്പർ, ഡേറ്റ് ആൻഡ് ടൈം, ക്വിക്ക് പാർട്സ്, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടി ഫീൽഡ്, പിക്ചർ, ക്ലിപ്പാർട്ട്, ഡേറ്റ് ആൻഡ് ടൈം ഇതൊക്കെ കൊടുക്കാം. പിന്നെ ഹെഡർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ് ഉണ്ട്, ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൻ പേജ്, ഷോ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റ്. ഇതേ ഓപ്ഷൻസ് തന്നെയാണ് ഫൂട്ടറിലും വരുന്നത്. ഫൂട്ടർ ഓപ്ഷൻസ് ഡിഫറെൻറ്റ് ഫസ്റ്റ് പേജ്, ഡിഫറെൻറ്റ് ഓഡ് ആൻഡ് ഈവൻ പേജ്, ഷോ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റ്. ഇനി ഡിഫോൾട്ട് ഹെഡർ ഫ്രം ടോപ്പ് 1.25 സെൻറ്റിമീറ്റർ ആണ്. ഡിഫോൾട്ട് ഫൂട്ടർ ഫ്രം ബോട്ടം 1.25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ പേജ് നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ്, ആ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ടൈം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാനിപ്പം ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കാറുണ്ട്. അതെനിക്ക് ഹെഡറിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫൂട്ടറിൽ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ക്ലിപ്പാർട്ട് എന്തെങ്കിലും ഒരു ഇമേജ് ഫൂട്ടറായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഈ ഹെഡറിലും ഫൂട്ടറിലും നമുക്ക് മാറ്റി കാര്യങ്ങൾ കൊടുക്കാം. ഹെഡറിൽ കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ ഫൂട്ടറിലും കൊടുക്കാൻ പറ്റും. അതായത് പേജ് നമ്പർ, പിന്നെ ആ ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്ന ആളുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ്, ടൈം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫൂട്ടറായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. അതായത് നമുക്കിപ്പം ഇത് ഫൂട്ടർ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതായത് ആ ഡോക്യുമെൻറ്റിൽ ഫൂട്ടർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നർത്ഥം. അതായത് നമുക്ക് പേജ് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പേര്, ആ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫൂട്ടർ ഉപയോഗിക്കുന്നത്. ഫൂട്ടർ നമുക്ക് നിർബന്ധമില്ല. ഓക്കെ, അത് ഹെഡറും ഫൂട്ടറും ഓപ്ഷനിലാണ്, അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തായിട്ട് ഫുട് നോട്ടും എൻഡ് നോട്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പോൾ ഹെഡറും ഫൂട്ടറും എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഫുട് നോട്ടും എൻഡ് നോട്ടും അത് നോക്കാം. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ബുക്ക് എഴുതുകയാണ്, ഡിജിറ്റലി ഒരു ബുക്ക് എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റെഫറൻസായിട്ട് കാര്യങ്ങൾ കൊടുക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ള ഓതേഴ്സിൻ്റെ കോട്ട്സ് എഴുതാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ആ കോട്ട്സ് എവിടെ നിന്ന് എടുത്തതാണ് എന്നുള്ള ആ ഒരു റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫുട് നോട്ടും എൻഡ് നോട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് ഫുട് നോട്ടും എൻഡ് നോട്ടും റെഫറൻസ് ആയതുകൊണ്ട് നമ്മൾ ഈ റെഫറൻസ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റെഫറൻസ് ടാബിലാണ് വരുന്നത്. ഫുട് നോട്ട് എടുക്കുന്നത് റെഫറൻസ് ടാബിലെ ഫുട് നോട്ട്സ് ഗ്രൂപ്പിലാണ്. അതുപോലെ തന്നെ എൻഡ് നോട്ട് റെഫറൻസ് ടാബിലെ ഫുട് നോട്ട്സ് ഗ്രൂപ്പിലാണ്. ഇവിടെ നോക്കുക, നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ സെലക്ട് ചെയ്തിരുന്നത് ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഗ്രൂപ്പിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ അത്രത്തോളം പ്രാധാന്യം ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നമുക്കിപ്പം ഈ റെഫറൻസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കിപ്പോൾ പേജ് നമ്പറോ മറ്റുള്ള കാര്യങ്ങളോ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൂട്ടർ ഉപയോഗിക്കുന്നത്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പേജ് നമ്പർ, അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത ആളെ പേര്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പേര്, മറ്റുള്ള കാര്യങ്ങൾ, പിക്ചർ, ക്ലിപ്പാർട്ട്, ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫുട് നോട്ടും എൻഡ് നോട്ടും അങ്ങനെയല്ല, അതൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എ ഫുട് നോട്ട് ഈസ് എ നോട്ട് ദാറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ റൈറ്റേഴ്സ് ടു സൈറ്റ് അതർ ഓതേഴ്സ് പബ്ലിക്കേഷൻ ഇൻ ദിയർ ഡോക്യുമെൻ്റ്. അപ്പോൾ ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ, ആ ഫുട് നോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ്, ആ ഒരു പേജിൻ്റെ ബോട്ടം ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു റൈറ്റർക്ക്, അതായത് ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് മറ്റൊരു ഓതറിൻ്റെ പബ്ലിക്കേഷൻ അതിൽ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വേറൊരു വ്യക്തിൻ്റെ കോട്ട് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ആ ഒരു ആശയം അല്ലെങ്കിൽ വാചകം നമ്മൾ ആ പ്രൊജക്റ്റ് വർക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു കാര്യം, ഇന്ന ആളുടെ വാചകമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, സൈറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫുട് നോട്ട് വരുന്നത്. ഫുട് നോട്ട് വരുന്നത് ആ ഒരു പേജിൻ്റെ ബോട്ടം ഭാഗത്താണ് വരുന്നത്. ഓക്കെ, എ റെഫറൻസ് നോട്ട് ദാറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ് ഈസ് കോൾഡ് ഫുട് നോട്ട്. ഫുട് നോട്ട് ആ ഒരു പേജിൻ്റെ ബോട്ടം ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഫുട് നോട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്റ്ററിസ്ക് സൈൻ, ആസ്റ്ററിസ്ക് എന്നാണ് ഈ സ്റ്റാർ മാർക്കിന് പറയുന്ന പേര്. അപ്പോൾ ആ ഒരു സൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ആ കോട്ട് എഴുതി കഴിഞ്ഞിട്ട് അവിടെ ആ കോട്ടിൻ്റെ അടുത്ത് തന്നെ, കോട്ട് അവസാനിക്കുന്നതിൻ്റെ അവിടെ ഒരു ഈ സ്റ്റാർ മാർക്ക് കൊടുക്കും. അതിനുശേഷം ആ ഒരു പേജിൻ്റെ ബോട്ടം ഭാഗത്ത് ആ സ്റ്റാർ മാർക്ക് അതുപോലെ കൊടുത്തിട്ട് അത് ആരുടെ വാക്കുകളാണ് അല്ലെങ്കിൽ ആരുടെ വർക്കാണ് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് നോക്കാം. Alt+Ctrl+F ആണ് ഷോർട്ട് കട്ട് വരുന്നത്. ഇനി അടുത്തായിട്ട് എൻഡ് നോട്ട് നോക്കാം. എൻഡ് നോട്ട് ഒരു റെഫറൻസ് ആണ്, അതുകൊണ്ട് തന്നെ റെഫറൻസ് ടാബിലാണ് വരുന്നത്. റെഫറൻസ് ടാബിൽ ഫുട് നോട്ട്സ് ഗ്രൂപ്പിലാണ് വരുന്നത്. ആൻഡ് എൻഡ് നോട്ട് ഈസ് എ നോട്ട് ദാറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ റൈറ്റേഴ്സ് ടു സൈറ്റ് അതർ ഓതേഴ്സ് പബ്ലിക്കേഷൻ ഇൻ ദിയർ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ എൻഡ് നോട്ടും ഇതുപോലെ ഓതേഴ്സിൻ്റെ പബ്ലിക്കേഷൻ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എൻഡ് നോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് വരുന്ന നോട്ടാണ് എൻഡ് നോട്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് Alt+Ctrl+D ആണ്. അപ്പോൾ ഈ രണ്ട് നോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇത് ഫുട് നോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ ഒറ്റ ഒരു പേജിൽ ബോട്ടം ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഫുട് നോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ ഒന്നിലധികം ഫുട് നോട്ട്സ് ഉണ്ടാവും, അതായത് ഒന്നിലധികം പേജിൽ ഫുട് നോട്ട്സ് കൊടുത്തിട്ടുണ്ടാവും. എൻഡ് നോട്ട് എന്ന് പറയുമ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ എൻഡ് എവിടെയാണോ അവിടെയാണ് നമ്മൾ നോട്ട് കൊടുക്കുക. അതും ഈ മറ്റുള്ള ഓതേഴ്സിൻ്റെ പബ്ലിക്കേഷൻ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Alt+Ctrl+D. Okay. Footnotes and endnotes are used by the author for various purposes such as to provide bibliographical information, outside sources, copyright permission, explanatory information, citations or additional details about the topic under consideration. അപ്പോൾ ഈ ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കുന്നത് എന്തൊക്കെ പർപ്പസാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിബ്ലിയോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ, അതായത് നമ്മൾ
ഉപയോഗിച്ചിട്ടുള്ള റിസോഴ്സസ് സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഔട്ട്സൈഡ് സോഴ്സസ്, കോപ്പിറൈറ്റ് പെർമിഷൻ, അതായത് നമുക്കിപ്പോൾ ഒരു വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, പിക്ചറോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കോപ്പിറൈറ്റ് പെർമിഷൻ നമ്മളവിടെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുട് നോട്ട്സ് അല്ലെങ്കിൽ എൻഡ് നോട്ട്സ് ഉപയോഗിക്കാം. പിന്നെ എക്സ്പ്ലനേറ്ററി ഇൻഫർമേഷൻ, സൈറ്റേഷൻസ്, അഡീഷണൽ ഡീറ്റെയിൽസ്, അതിനൊക്കെ ഈ ഫുട് നോട്ട് ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു നോവലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു വർക്കാണ് എന്ന് വിചാരിക്കുക. അപ്പം അതിൽ ചില വേർഡ്സ് ചെരിച്ചെഴുതിയിട്ടുണ്ടാവും. വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ചെരിച്ചെഴുതിയിട്ട് ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ പേജിൻ്റെ സെയിം പേജിൻ്റെ എൻഡിൽ തന്നെ ആ ഒരു വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു വാക്ക് എടുത്തിരിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ട്രൈബ്സിൻ്റെ ലാംഗ്വേജിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതങ്ങനെ കൊടുത്തിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫുട് നോട്ട് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ഒരു നോവൽ അല്ലെങ്കിൽ സ്റ്റോറി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ട്രൈബ്സ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഇതിനെക്കുറിച്ചായിരിക്കും നോവൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില ടേംസ് അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് നമുക്കിപ്പോൾ ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു വേർഡ്, ആ സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് ഇറ്റാലിക്സ് ആക്കിയിട്ട് ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തിരിക്കും. ആ പേജിൻ്റെ എൻഡിൽ തന്നെ നമുക്ക് ആ ഒരു വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അത് ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫുട് നോട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. അത് റെഫറൻസ് ആണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ എൻഡ് നോട്ടിൽ റെഫറൻസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് പെർമിഷൻ, പിന്നെ അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ പേര്, ബിബ്ലിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ, അതൊക്കെയാണ് കൂടുതലായിട്ടും വരിക. ഈ ഫുട് നോട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, ഇനി നോക്കുക. ഇതിൽ ഫുട് നോട്ടും എൻഡ് നോട്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ഫുട് നോട്ട് റെഫേഴ്സ് ടു ദ supplemental piece of information published at the bottom of the page. Endnote implies a note printed at the end of the book or a particular section of the book. അപ്പോൾ ഈ കാര്യം പറഞ്ഞത് സെയിം തന്നെയാണ്, വേറെ സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതായത് ഒരു സപ്ലിമെൻ്റ് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് ബോട്ടം ഓഫ് ദ പേജിലാണ്, അതായത് ഓരോ പേജിൻ്റെ ബോട്ടത്തിലാണ് വരുന്നത്. എൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ എൻഡിലായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പൊസിഷൻ നോക്കുക. ബോട്ടം ഓഫ് ദ പേജ് ഫുട് നോട്ട് എന്ന് പറയുമ്പോൾ ബോട്ടം ഓഫ് ദ പേജ്, എൻഡ് നോട്ട് എന്ന് പറയുമ്പോൾ എൻഡ് ഓഫ് ദ ഡോക്യുമെൻ്റ് ഓർ ബുക്ക് ഓർ ചാപ്റ്റർ. പിന്നെ ഈ ഫുട് നോട്ട് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? കണ്ടെയ്ൻസ് ആൻ അബ്രീവേറ്റഡ് അഡീഷൻ ഓഫ് ആൻ ഇൻ ടെക്സ്റ്റ് എക്സെപ്റ്റ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു നോവലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു റീജിയനിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജിലുള്ള ചില വേർഡ്സ് അതുപോലെ എടുത്തിട്ടുണ്ടാവും. ഇപ്പം നമ്മളെ മലയാളത്തിൽ നിന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പല വർക്കിലും മലയാളം വേർഡ്സ് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതായത് ആ ഒരു വാക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു പകരം വാക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ ആ ഒരു വേർഡ് അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടാവും. അതിനെ ഇറ്റാലിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം അർത്ഥം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എൻഡ് നോട്ട് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ റെഫറൻസ് കോട്ടഡ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റെഫറൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. പേജ് നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഓഥറിൻ്റെ പേര്, മറ്റുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ഡിഫറൻസ് നന്നായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ